എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയൊരു ക്ലാസ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. മറ്റ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു. ഒരാൾക്കെങ്കിൽ ഒരാൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ അതിലേറെ സന്തോഷിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നൊരു ചെറിയൊരു ക്ലാസ്സാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് സ്ക്രീനിൽ നോട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല, നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ സ്ക്രീനിൽ കാണണമെങ്കിൽ നമ്മുടെ സബ് ടൈറ്റിൽ ഒന്ന് ഓൺ ആക്കി ഇടുക. അപ്പോൾ അത് സ്ക്രീനിൽ പറയുന്ന കാര്യങ്ങൾ എഴുതി കാണിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളത് കേട്ടിരിക്കുക. ഒന്നും മനസ്സിലായില്ല എങ്കിൽ വീണ്ടും കേൾക്കുക. എന്നിട്ട് മനസ്സിലായില്ല എങ്കിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഓക്കെ, നമ്മൾ ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയമെന്ന് വെച്ചാൽ കൗൺസിലിങ്ങിനെ പറ്റിയിട്ടാണ്. അല്ലെങ്കിൽ കൗൺസിലർ. നിങ്ങളൊരു അധ്യാപകനാണെന്ന് വിചാരിക്കുക. സ്കൂളിലെ നിങ്ങൾക്കൊരു ചുമതല നൽകുന്നു, സ്കൂൾ കൗൺസിലർ ആവുക എന്നുള്ള ചുമതല തന്നു. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് ഒരുപാട് എക്സാമുകളിൽ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊന്ന് വ്യക്തമായിട്ട് കേൾക്കുക. നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങളൊരു സ്കൂൾ കൗൺസിലർ ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് പറയുന്നത്. പുതിയ കുട്ടികളെ മറ്റുള്ളവരെ പരിചയപ്പെടുത്തൽ, പുതിയ കുട്ടികൾക്ക് വിദ്യാലയത്തിൻ്റെ ചരിത്രം, പ്രവർത്തന രീതി, സൗകര്യങ്ങൾ, സംവിധാനങ്ങൾ തുടങ്ങിയവ പരിചയപ്പെടുത്തൽ, കുട്ടികളെ വിലയിരുത്തൽ, സ്വയം മനസ്സിലാക്കാനും വിലയിരുത്താനും കുട്ടികളെ സഹായിക്കൽ, കുട്ടിയെക്കുറിച്ചുള്ള വ്യക്തിപരവും സാമൂഹികവുമായ വിവരങ്ങൾ ശേഖരിക്കൽ, വിവരശേഖരണത്തിന് അനുയോജ്യമായ തന്ത്രങ്ങളും സാമഗ്രികളും വികസിപ്പിക്കൽ, വിദ്യാർത്ഥികളുടെ വ്യവഹാരങ്ങൾ നിരീക്ഷിക്കൽ, വിദ്യാർത്ഥിയെ സംബന്ധിച്ച രേഖകൾ പരിശോധിക്കൽ, ആവശ്യമായ മാർഗനിർദ്ദേശം നൽകൽ, തൊഴിൽ വിദ്യാഭ്യാസ സംബന്ധമായ മാർഗനിർദ്ദേശത്തിന് സഹായകമായ സാമഗ്രികൾ ഒരുക്കൽ, ആവശ്യമായ മേഖലകളിൽ പ്രശ്നങ്ങളിൽ കൗൺസിലിംഗ് നടത്തൽ, രക്ഷകർത്താക്കളെ ബോധവൽക്കരിക്കൽ, വിദ്യാഭ്യാസത്തിൻ്റെ ഓരോ ഘട്ടവും പൂർത്തിയാകുമ്പോൾ അടുത്ത ഉചിതമായ സ്ഥലത്ത് പ്രതിഷ്ഠിക്കൽ, ജോലി, പരിശീലനം, വിദ്യാഭ്യാസം എന്നിവ ലഭ്യമാക്കുന്നതിനായി സഹായിക്കൽ, പൂർവ്വ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾക്ക് തുടർന്നും പിന്തുണയും പരിഗണനയും നൽകൽ, ഗവേഷണവും മൂല്യനിർണ്ണയവും നടത്തൽ. അതുപോലെ തന്നെ ഓരോ വിദ്യാർത്ഥിയുടെയും ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള സന്നദ്ധത, ഏറ്റെടുത്ത ഉത്തരവാദിത്തം കാര്യക്ഷമതയോടെ പൂർത്തീകരിക്കാനുള്ള ആത്മാർത്ഥത, വിദ്യാർത്ഥികളെ അംഗീകരിക്കാനുള്ള മനോഭാവം വാക്കിലും പ്രവൃത്തിയിലും, വിശ്വാസ്യത, സത്യസന്ധത, മറ്റുള്ളവരുടെ കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കാനുള്ള മനോഭാവം, ആശയവിനിമയത്തിനുള്ള കാര്യക്ഷമത, പരസ്പര ബഹുമാനവും സഹകരണവും, മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ തൻ്റേതായി കാണാനുള്ള കഴിവ്, നല്ല കാര്യങ്ങളെ അംഗീകരിക്കാനും പ്രോത്സാഹിപ്പിക്കാനുമുള്ള മനസ്സും പ്രവൃത്തിയും, എല്ലാവർക്കും തുല്യ പരിഗണന നൽകണമെന്നും പ്രശ്നങ്ങളും പോരായ്മകളും ഉള്ളവർക്ക് കൂടുതൽ ശ്രദ്ധ നൽകണമെന്നുള്ള ബോധം, ഒരു വ്യക്തി സാമൂഹ്യ ജീവി എന്നീ നിലകളിൽ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും താൻ തുണയും സഹായവും ആകേണ്ടതുണ്ട് എന്ന ധാരണ, സംഘർഷങ്ങൾ, വ്യവഹാര പ്രശ്നങ്ങൾ എന്നിവ ഒരു കുറ്റമോ കുറവോ ആയി പരിഗണിക്കാതിരിക്കൽ, തനിക്ക് എല്ലാം അറിയാമെന്നും എല്ലാവരുടെ മാനസിക പ്രശ്നവും പരിഹരിക്കുന്ന ഒരു അതിമാനുഷ്യനാണ് താൻ എന്നുമുള്ള തോന്നൽ ഇല്ലാതിരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു അധ്യാപകൻ എന്ന നിലയിലും അതുപോലെ തന്നെ ഒരു സ്കൂൾ കൗൺസിലർ എന്ന നിലയിലും ചെയ്യേണ്ട അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ. അപ്പോൾ നിങ്ങളിതൊന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ നാളെ ഒരു പുതിയ വിഷയവുമായിട്ട് കാണാം. നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയങ്ങളിൽ എന്തെങ്കിലും ക്ലാസ്സുകൾ വേണമെങ്കിൽ അതും അഭിപ്രായമായിട്ട് രേഖപ്പെടുത്താം. അത് പറയാൻ വിട്ടുപോയതാണ് ആദ്യം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. ഓക്കെ.